ഓൻ എൻ്റെ അടുത്തേക്ക് വന്നതാണ്. അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് മറ്റോനും ഇവനും പിന്നെ കീരിയും അമ്മ 2 മിനിറ്റ് പോലും ഒന്നിച്ചിക്കൂല. എനിക്ക് ബിന്ദി ഉണ്ടെങ്കിൽ ബിന്ദി ഒച്ചട്ടും കൊണ്ട് പിന്നാലെ കൂടൂലേ? ഇപ്പൊ ഇല്ലാത്തല്ല അപ്പൊ സുഖം, ആരും ഇല്ലല്ലോ പറയാനും ചോദിക്കാനൊന്നും. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമ്മിലേം കണ്ട പോലെ തന്നെ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ളൊരു റിവ്യൂ പറയാനായിട്ട് വന്നതാണ് കേട്ടോ. എന്താ പറയുക, എൻ്റെ ഉള്ളിൽ തട്ടി ഇടുന്ന ഒരു വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേര് എന്നോട് ഇടയ്ക്കിടയ്ക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കണതാണ്, താത്ത നിങ്ങളെ പല്ല് പണ്ടൊക്കെ ഒരു സൂചിപ്പല്ല് മാതിരി ആയിരുന്നല്ലോ, ഇപ്പം എങ്ങനെ നല്ലൊരു പല്ലായത് എന്നൊക്കെ കുറേ പേര് കമൻറ്റിൽ ചോദിക്കലുണ്ട്. എന്താണ് ഇങ്ങനെ ഇപ്പോൾ ചിരിക്കുമ്പോഴൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ എന്നൊക്കെ പറയലുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും എനിക്ക് ഇതിനെപ്പറ്റിയൊരു വീഡിയോ ഇടണം എന്നുള്ള ഒരു ഇതിങ്ങനെ കുറേ ആയി ഉള്ളിൽ തോന്നിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങോട്ട് ഇടാന്ന്. അപ്പോൾ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കുറേ കാലം ഞാൻ സ്മൈൽ കറക്ഷൻ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ പല്ല് ഇങ്ങനെ അല്ലേന്നു. ഞാൻ അതിൻ്റെ ഒക്കെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഒക്കെ ആയിട്ട് സ്ക്രീനിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയായിരുന്നു എൻ്റെ പല്ല് എന്നുള്ളത്. അപ്പം എന്താണ് നമ്മൾ ഇനി സ്മൈൽ കറക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കോഴിക്കോട് കൊടുവള്ളിയിലുള്ള ഷിഫ ഡെൻ്റൽ ക്ലിനിക്ക് എന്നാണ് കേട്ടോ. നമുക്ക് സുമ്മേലി ഡോക്ടറാണ് ഇങ്ങനെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റായിട്ട് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം ഞാൻ എൻ്റെ മനസ്സിൽ പോലും വിചാരിച്ചതല്ല സ്മൈൽ കറക്ഷൻ ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ പല്ലിൻ്റെ ഷേപ്പേ മാറും എന്നുള്ളതൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ബിന്ദി വീട്ടിലുണ്ട് ഇപ്പോൾ. അപ്പോൾ ഓക്കൊരു നിക്കാഹ് ഫംഗ്ഷൻ ഉണ്ട്, പിന്നെ അമ്മ പണിക്ക് പോയി, പിന്നെ അവിടെ അച്ചാനും മാത്രമേ ഉള്ളൂ. രണ്ടും നേരം 3:29 3:30. വെയിലത്ത് കൊണ്ടട്ടാ ഇവിടെ വന്നാ വാ. അപ്പോൾ ഓൻ എൻ്റെ അടുത്തേക്ക് വന്നതാണ്. അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് മറ്റോനും ഇവനും പിന്നെ കീരിയും അമ്മ 2 മിനിറ്റ് പോലും ഒന്നിച്ചിക്കൂല, തല്ലുണ്ടാക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്തേക്ക് തട്ടിയതാണ് ആളെ. അപ്പോൾ ഇപ്പോൾ കുറേ ഉച്ചക്ക് വന്നതാണ് കേട്ടോ. അപ്പം ആള് ഇപ്പോൾ ഒരു മേലകലൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റിങ്ങാണ്ട് ഒന്ന് വെറുതെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിങ്ങാണ്ട് ഇറങ്ങിയതാണ്. മേത്ത് ചളിയാക്കരുത് കേട്ടോ, ചെല്ലിവിക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് മറന്നുപോയി ഗൈസ്. അപ്പം എന്താ പറയുക, എൻ്റെ മനസ്സിൽ പോലും ഉണ്ടായിരുന്നില്ല എൻ്റെ പല്ലിങ്ങനെ മാറ്റണമെന്നോ അങ്ങനെ ഒന്നും നമുക്കൊരു മനസ്സിൽ പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ബാബുവിൻ്റെ പല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാബുവിന് ഓൾറെഡി ചെറുപ്പത്തിൽ 2 പല്ല് കേടായതുകൊണ്ട് തന്നെ നല്ല വേദന ഉണ്ടായിരുന്നു. നമ്മളത് മാറ്റാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത് സത്യം പറയുകയാണെങ്കിൽ. അപ്പോൾ അവിടുത്തെ എന്താണ് നമ്മളുടെ സുമേലിയ ഡോക്ടർ എൻ്റെ പല്ലിങ്ങനെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഇയാൾ സ്മൈൽ കറക്ഷൻ ചെയ്ത് നോക്കുമോ, നല്ല രസം ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ മനമേ മാണ്ട, എനിക്ക് പേടിയാണ് പറഞ്ഞു. അഥവാ വേറെ എന്തെങ്കിലും നമുക്ക് അറിയാത്തൊരു സംഭവമല്ലേ, അഥവാ വേറെ എന്തെങ്കിലും ആയാലോ നല്ല പേടിച്ചിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ ആൾ എനിക്ക് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് തന്നുകാണ്ട് എന്നോട് കുറേ സംസാരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു ചെയ്ത് നോക്കേ, നല്ല അടിപൊളിയായിട്ടുണ്ടാകും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ചെയ്തതാണ് ഇത് കേട്ടോ. അന്ന് ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ട് ഇന്ന് എനിക്ക് മനസ്സറിഞ്ഞൊന്ന് ചിരിക്കാനുള്ള ഒരു ഇതുണ്ട്. ഒലിപ്പെടുക്കണ എല്ലാ ഫോട്ടോയിലും വീഡിയോസിലൊക്കെ ഞാൻ നല്ലോണം ചിരിച്ചിട്ടുള്ള ഒരു വീഡിയോസും ഫോട്ടോസൊക്കെയാണ് നിങ്ങൾ കാണുന്നുണ്ടാവുക. എനിക്കിപ്പോൾ നല്ല മനസ്സിൽ ഒരു സഭയിൽ പോവുകയാണെങ്കിൽ ഞാൻ അന്തസ്സായിട്ടിരുന്ന് 32 പല്ലും കാണിച്ച് ചിരിക്കും ഞാൻ. അന്ന് പക്ഷേ എന്നെക്കൊണ്ട് അങ്ങനെ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനിതിൻ്റെ ഇടയിലായിട്ട് ഒരു ഷൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, ബ്രൈഡൽ ഷൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഫുൾ എന്താണെന്ന് പറയുക, നിങ്ങൾക്ക് എന്താ നിങ്ങൾ ചിരിക്കാത്തത്, നിങ്ങളൊന്ന് ചിരിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് രസം ഉണ്ടാവും, ഒരു ചെറിൻ്റെ കുറവ് മാത്രമേ ഒരു വീഡിയോക്കെ ഉള്ളൂ, അങ്ങനെയൊക്കെ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ അന്ന് എൻ്റെ പല്ല് സ്മൈൽ കറക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ പണ്ടത്തെ അതേ പല്ലേന്ന് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പല്ല് കാട്ടി ചിരിക്കുമ്പോൾ ഭയങ്കര മടിയായിരുന്നു. എന്താ പറയുക, ഭയങ്കര മടിയായിരുന്നു എൻ്റെ പല്ല് കാട്ടി ചിരിക്കാൻ. ഞാൻ പറയും ഞാൻ ചിരിച്ച ശരിയാവൂല, ഞാൻ ചിരിച്ചാൽ എൻ്റെ പല്ല് ശരിയില്ല ചിരിക്കലും. ആ ക്യാമറാമാനെ കുറേ കൊയ്യിനെ കൂടി ചിരിപ്പിക്കാൻ വേണ്ടിങ്ങാണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ഓരോ ചിരിക്കും ഞാൻ എടുത്തെടുത്ത് പറയും, എൻ്റെ ഓരോ ചിരിൻ്റെ ബാക്കിലുള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു എല്ലാ ക്രെഡിറ്റും ഞാൻ സുമേലിയ ഡോക്ടർക്ക് കൊടുക്കുകയാണ്. ഡോക്ടർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വെരി താങ്ക്സ്. എനിക്ക് നന്നായിട്ട് എന്താ പറയുക ഒരു കോൺഫിഡൻസ് തന്ന് എന്നെ കൊണ്ട് ചെയ്തോന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചതിന് എനിക്ക് ഭയങ്കരമായിട്ട് നന്ദിയാണ് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ കാണുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ എന്തായാലും ഗൈസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലത്തെ ഒരു ഇടങ്ങേറും കാര്യങ്ങളും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മൾ ചെറിയൊരു ഇടങ്ങേറ് ഉണ്ടാവുള്ളൂ, നമ്മളതൊന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ മനസ്സറിഞ്ഞ് ചിരിക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ ടീത്ത് അല്ലെങ്കിൽ ഡെൻ്റൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ നിങ്ങൾക്ക് എന്തായാലും എന്താ പറയുക
പറഞ്ഞു തന്നെ നല്ലൊരു ക്ലിനിക്ക് ഏതാ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും നമ്മുടെ കോഴിക്കോട് കൊടുവള്ളിയിലുള്ള ഷിഫ ഡെൻ്റൽ ക്ലിനിക്കാണ്. അവിടുത്തെ സുമേലിയ ഡോക്ടറാണ്. ആൾ നല്ല ഫ്രണ്ട്ലി ആണ്. നമുക്ക് വേദന ഒന്നും ഇല്ലാതെ ഒക്കെ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഒക്കെ സെറ്റ് ചെയ്ത് തരും കേട്ടോ. പിന്നെ എമൗണ്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയെന്ന് നിങ്ങൾ അന്ന് ചെയ്തപ്പോൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയില്ല. ബാബുവാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് എമൗണ്ട് അറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് ഇങ്ങനെ ചോദിച്ചവരോടൊക്കെ ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ഡോക്ടറെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് എമൗണ്ട് കാര്യങ്ങളൊക്കെ. ഇങ്ങനെ കുറേ പേര് ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇന്ന എമൗണ്ട് എന്ന് പറയാൻ പറ്റില്ല. അത് ഓരോരുത്തരെ പല്ലിനനുസരിച്ച് എന്തൊക്കെ കേടുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് നോക്കിയിട്ടാണ് നമ്മൾ എമൗണ്ട് പറയൽ എന്നാണ് ആൾ പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡെൻ്റൽ പ്രോബ്ലംസോ അങ്ങനത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതുപോലത്തെ സ്മൈൽ കറക്ഷനൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ഷിഫ ഡെൻ്റൽ ക്ലിനിക്കിൻ്റെ നമ്പറും ഡീറ്റെയിൽസും ഞാൻ സ്ക്രീനിലും കൊടുക്കുക, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും അവിടേക്ക് പോയി നോക്കണം. നല്ല സർവീസ് കാര്യങ്ങൾക്ക് കിട്ടുക. ഒരു ദിവസം കൊണ്ടാണ്ട് എനിക്കിത് ശരിയാക്കി തന്നത്. എത്രയോ ദിവസമായി, ഇപ്പം എത്രയോ കൊല്ലൊന്നും ആയിട്ടില്ല, ഒരുപാട് മാസമായിട്ടുണ്ട്. ഞാൻ കിക്കിൻ്റെ പ്രോഗ്രാമിന് പോണതിൻ്റെ മുന്നെയാണ് എനിക്ക് ഈ ഒരു സ്മൈൽ കറക്ഷൻ ചെയ്തത്. കിക്കിൻ്റെ പ്രോഗ്രാം എന്നോ കഴിഞ്ഞതാണ് കേട്ടോ, കുറേ ആയി. ഇതുവരെ എനിക്കങ്ങനെ പൊട്ടേ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും പല്ലുകൊണ്ട് സംഭവിച്ചിട്ടില്ല. എനിക്ക് എല്ലാതും ഞാൻ കടിക്കുന്നുണ്ട്. ഒരു പ്രശ്നം ഇതുവരെ പല്ലിന് സംഭവിച്ചിട്ടില്ല. എൻ്റെ ഈ ഒരു പല്ല് രണ്ടാണ് സ്മൈൽ കറക്ഷൻ ചെയ്തിട്ടുണ്ടായിട്ടാ. ഇങ്ങനെയാണ് എൻ്റെ ഇപ്പോഴത്തെ പല്ലുള്ളത്. എന്താ മറ്റേ ഇങ്ങനെ ഇങ്ങനെയാണ് എൻ്റെ പല്ലുള്ളത്. എൻ്റെ ഈ പല്ലുമാണ് സ്മൈൽ കറക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല, പേടിക്കാതെ നിങ്ങൾക്ക് സ്മൈൽ കറക്ഷൻ ചെയ്യാം. പക്ഷെ ബാബുവിൻ്റെ ഇങ്ങനെയല്ലേന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാബുവിൻ്റെത് ഈ ഒരു പല്ലും ഡ്രിം ചെയ്തിട്ട് ഒരു പല്ല് ടോപ്പ് ചെയ്തിരിക്കുന്നു. ബാബുവിന് ഒരു പ്രശ്നമില്ല കേട്ടോ, വേദനയോ കാര്യങ്ങളോ ഒന്നുമില്ല. ബാബുവിന് പിന്നെ ആദ്യം പല്ലിന് കേടുണ്ടായിരുന്നു. ബാബുവിൻ്റെ ചെറുപ്പത്തിൽ എന്തോ ടൂറ് പോയ ടൈമിൽ ഇവിടത്തെയും പല്ല് കേട് വന്നിട്ട് അങ്ങനെ നിൽക്കുന്നു. അതെടുത്ത് മാറ്റി റൂട്ട് കനാൽ ചെയ്തിട്ട് ട്രിം ചെയ്തിട്ടാണ് ഈ പല്ല് വെച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് സത്യം പറഞ്ഞാൽ കാണുമ്പോൾ ഒരു പേടി തോന്നുമെങ്കിലും ബാബുവിന് ഒരു പേടി ഉണ്ടായിരുന്നില്ല കേട്ടോ. പേടിയില്ല, വേദന ഉണ്ടായിരുന്നില്ല. എനിക്കും വേദന ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, വേദനക്കണ്ണൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സംഭവമാണ് നമുക്ക് ഇപ്പോൾ എനിക്കും ബാബുവിനൊക്കെ നന്നായിട്ട് ചിരിക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ രണ്ടാളും വീഡിയോ ഞാൻ പറഞ്ഞ പോലെ തന്നെ വീഡിയോ അതുപോലെ തന്നെ ഫോട്ടോ ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം വേറെ ഒന്നുമല്ല, ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ വീഡിയോ ചെയ്ത് ഹെൽപ്പ് ആവണവർക്ക് ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. അപ്പം ഒരുപാട് ലെങ്ത്തുള്ള വീഡിയോ ഒന്നും ആവില്ല ചിലപ്പോൾ, ഞാൻ അങ്ങനെ അവർ പറയണമെന്നേ ഉള്ളൂ. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഹെൽപ്പ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടണം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എത്ര പേർക്ക് ഹെൽപ്പ് ആവുമെന്ന് എനിക്കറിയില്ല. അപ്പം ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി 1.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവും, ഇനി കുറച്ചും കൂടി ഉള്ളൂ. അപ്പോൾ ഇനിയും നിങ്ങൾ തുടർന്നുള്ള ഇതുപോലെ തന്നെ കട്ടക്ക് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് 2 lakh സബ്സ്ക്രൈബേഴ്സും നമ്മൾ 2 lakh സബ്സ്ക്രൈബേഴ്സ് ഫാമിലി ആയിട്ട് യൂട്യൂബ് ഫാമിലി ആവും. അപ്പോൾ ഗൈസ് തുടർന്നതുപോലെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. അച്ഛയോടൊക്കെ എന്തൊക്കെയോ കോപ്പളാലികൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അച്ഛനെ ബാബു പിള്ള വരിക ചോദിച്ച് കിടക്കണം എനിക്ക് വീട്ടിൽ പോകാൻ. എനിക്ക് 4 മണിയായി വീട്ടിൽ പോകണല്ലേ സീനോ? എനിക്ക് 4 മണിയായി വീട്ടിൽ പോകണം. രാവിലെ ഇവിടെ നിന്നാൽ കുഴപ്പമില്ല, 4 മണിന്നൊരു ടൈം ഉണ്ട്, ഉമ്മ വീട്ടിലെത്താൻ ടൈം ഉണ്ട്. ഓനക്ക് അപ്പം വീട്ടിൽ എത്തിയിട്ടുണ്ടാവണം. ഇല്ലാതെ ഇവിടെ കിടന്നാണ്ട് ചീച്ചിൽ പറഞ്ഞ അമ്മയത്തെ ചീച്ചിൽ വേറെ ഉണ്ടാവില്ല കേട്ടോ. അല്ലേ സീനോ? ഇങ്ങോട്ട് വന്ന ബിന്ദി വീട്ടിൽ ഉള്ളതാണോ ഇല്ലാത്തതാണോ എനിക്കിഷ്ടം? വാ അങ്ങോട്ട് വാ. ബിന്ദി വീട്ടിലുള്ളതാണോ ഇല്ലാത്തതാണോ നല്ലത്? സത്യം പറയണം. ഉള്ളതോ ഇല്ലാത്തതോ? ഉള്ളതോ ഇല്ലാത്തതോ? ഏത്തജ് ഉള്ളത് അല്ലേ? അപ്പൊ കാരണം എന്താ? എനിക്ക് ബിന്ദി ഉണ്ടെങ്കിൽ ബിന്ദി ഒച്ചട്ടും കൊണ്ട് പിന്നാലെ കൂടൂലേ? ഇപ്പൊ ഇല്ലാത്തല്ല അപ്പൊ സുഖം. ആരും ഇല്ലല്ലോ പറയാനും ചോദിക്കാനൊന്നും. പഠിപ്പിച്ചു തരൂല എന്നാ? അല്ലെ ഇജ്ജ് പഠിക്കലുണ്ടാ? ഇങ്ങോട്ട് വന്ന് പറയേ. ഓനെ ഒരു യൂട്യൂബറാണ് ഗൈസ്. എന്താണ് എൻ്റെ യൂട്യൂബിന്റെ പേര്? സിനോ വീഡിയോ ഒന്നും ഇടല്ലേ? അപ്പോ ഇവിടെ വാ ഇവിടെ ഇരിക്ക്. വാ. എന്താ ഇജിപ്പോ വീഡിയോ ഒന്നും ഇടലില്ല? എന്താ എൻ്റെ യൂട്യൂബ് ചാനലിന്റെ പേര്? അതെ ഗൈസ്, അച്ചൂസ് ബ്ലോഗ് എന്നുള്ള, ഇടയ്ക്ക് ബ്ലറാവുണ്ട് കേട്ടോ. അച്ചൂസ് ബ്ലോഗ് എന്നുള്ള അച്ചുവിൻ്റെ വീഡിയോ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക ഗൈസ്.
അപ്പോൾ ഓനക്ക് ചെറിയ മടി ഉണ്ട് കേട്ടാ. എന്തിനാ മടി? ഷാനുവിന്റെ മാതിരിയാണ്. ഷാനുവിന് പറഞ്ഞ മാതിരി ഷാനുവിന് ഞങ്ങളൊരു മഞ്ചേരിയിൽ ഒരു പ്രൊമോഷന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടായി. അതിന്റെ വീഡിയോയിൽ കമന്റ് ബോക്സിൽ കുറെ പേര് ചോദിക്കണേ ഷാനുവിന്റെ മടിയൊക്കെ മാറിയോന്ന്. മാറിയിട്ടല്ല, പിടിച്ചിരുത്തി ചെയ്യിപ്പിച്ചാണ് ഞാൻ. ഇവനക്കും അങ്ങനെ മടിയൊന്നുമില്ല, ചില നേരത്തെ ഒരു സൈസ് കളിയാണ്. അപ്പോൾ എന്തായാലും പറഞ്ഞ പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അടുത്ത വീഡിയോ കാണാം.